സൂറത്ത് അൽ കഹ്ഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 41 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി 42, 43, 44 ആയത്തുകളാണ് ഇന്ന് നമ്മൾ ആശയം പഠിക്കുന്നത്. ആദ്യം ഒന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا ولم تكن له فئة ينصرونه من دون الله وما كان منتصرا هنالك الولاية لله الحق هو خير ثوابا وخير عقبا. 3 ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തത്. ഇവിടെ 2 ആളുകളുടെ ഉപമയാണ് അള്ളാഹു ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഉപമ യഥാർത്ഥത്തിൽ ബനൂ ഇസ്രായേലിൽ കഴിഞ്ഞുപോയ 2 ആളുകളുടെ ചരിത്ര സംഭവമാണെന്നും അതല്ല ഒരാശയം മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്ന ഒരു ഉദാഹരണം മാത്രമാണെന്നും 2 അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ഈ ഉപമയിലൂടെ എന്തു സന്ദേശം നമുക്ക് നൽകുന്നു എന്നതാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം, ഒരാൾ വിശ്വാസിയാണ്, ഒരാൾ അവിശ്വാസിയാണ്. അപ്പോൾ അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരാൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ തോട്ടം, മുന്തിരിയുടെ തോട്ടം, അതിൽ ഈത്തപ്പനകൾ, ഇടവിളകൾ, അവിടെ എവിടേക്കും വെള്ളം എത്തിക്കാൻ പറ്റിയ നദി, അങ്ങനത്തെ സമൃദ്ധമായ ആ കാലഘട്ടത്തിലൊരു വ്യക്തിക്കുണ്ടാകാവുന്ന ഏറ്റവും ഉന്നതവും ഉദാത്തവുമായിട്ടുള്ള ഒരു സമ്പത്ത്, അതിൻ്റെ ഉടമസ്ഥനായ ഒരു സമ്പന്നനാണ് അയാൾ. അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആ വ്യക്തി സമ്പന്നനാകുന്നു എന്നത് മാത്രമല്ല, ജീവിതത്തിൽ വിശ്വാസിയായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിയെയാണ് അയാൾ പരിഹസിക്കുന്നത്. അന അക്തറു മിൻക മാലൻ വ അഅസ്സു നഫറ. നല്ല പരിവാരങ്ങളും മക്കളും സമ്പത്തുക്കളുമൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ എന്നാണ്. യഥാർത്ഥത്തിൽ നീയൊക്കെ അള്ളാഹുവിൻ്റെ ആളായി ജീവിച്ചിട്ട് നിനക്കൊക്കെ എന്താണുള്ളത് എന്ന ഒരു പരിഹാസത്തിൻ്റെ ചോദ്യം അതിലുണ്ട്. ആ പരിഹാസത്തിൻ്റെ സമയത്ത് അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി, നീ നിൻ്റെ തോട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ കുൽത്ത മാഷാ അല്ലാ എന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു? അതായത് ഈ തോട്ടവും ഈ സമ്പത്തുമെല്ലാം എൻ്റെ കഴിവിൽപ്പെട്ടതല്ല, എനിക്ക് അള്ളാഹു തന്ന അനുഗ്രഹമാണ് എന്ന് നീ ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല? അതാണ് ആ സമ്പത്തിനെക്കുറിച്ച് നിനക്കുണ്ടാവേണ്ട കാഴ്ചപ്പാട്. ഇത് നീ സമ്പാദിച്ചതും നിനക്ക് നിലനിർത്താൻ പറ്റുന്നതും ഏതു കാലത്തും നിന്നോടൊപ്പം ഉണ്ടാകുന്നതും ആണെന്ന് നീ വിശ്വസിച്ചത് നിനക്ക് തെറ്റി. നിൻ്റെ ഉടമസ്ഥതയിൽ അള്ളാഹു നിനക്ക് തന്നു, അവൻ ഏത് സമയത്തും അതിനെ പിൻവലിപ്പിക്കാൻ പറ്റും. പക്ഷേ അയാൾ പരലോകത്തെപ്പോലും നിഷേധിച്ചാണ് വമാ അല്ലുന്ന സാഅത ഖായിമത്തൻ വല ഇറുദിതു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻകലബ എന്ന അഹങ്കാരത്തോടു കൂടെ മറുപടി പറഞ്ഞു. അപ്പോൾ ഈ വിശ്വാസിയായ സഹോദരൻ പ്രകടിപ്പിച്ച ആശങ്ക എന്തായിരുന്നു? ഫഅസാ റബ്ബി അയ്യുഅ്തിയനി ഖൈറൻ മിൻ ജന്നതി. ഒരുപക്ഷെ എൻ്റെ രക്ഷിതാവ് നിനക്കുള്ള തോട്ടത്തെക്കാളും നല്ല തോട്ടം എനിക്ക് തന്നേക്കാം. മാത്രമല്ല നിൻ്റെ ഈ തോട്ടത്തെ ആകാശത്തു നിന്നും ഒരു ഇടുത്തി വീഴ്ത്തി നശിപ്പിക്കുകയും ചെയ്തേക്കാം എന്ന താക്കീതാണ് അവസാനം നൽകിയത്. അത് തുടർന്ന് സംഭവിക്കുകയാണിവിടെ. അതാണ് 42-ാമത്തെ ആയത്തിൽ പറയുന്നത്,
وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية وأحيط بثمره وأحيط بثمره. ഇവിടെ സമറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ സമൃദ്ധി. അയാൾക്ക് എന്തെല്ലാം ആ തോട്ടം കൊണ്ട് ഉണ്ടായിട്ടുള്ള മെച്ചങ്ങളുണ്ടോ ലാഭങ്ങളുണ്ടോ ആ സമ്പത്ത് മുഴുവനും ഇപ്പോൾ ഉഹയിത്ത വലയം ചെയ്യപ്പെട്ടു പറഞ്ഞാൽ ശിക്ഷയാൽ വലയം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ നാശത്താൽ വലയം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ആപത്തുകളാൽ വലയം ചെയ്യപ്പെട്ടു. അവൻ്റെ സമൃദ്ധി മുഴുവനും ആപത്തുകളാൽ വലയം ചെയ്യപ്പെട്ടു, പെട്ടെന്ന് അത് നശിപ്പിക്കപ്പെടുകയാണ്. فأصبح يقلب كفيه على ما أنفق فيها فأصبح يقلب كفيه. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? യുകല്ലിബു കഫൈഹി, കല്ലബ, അദ്ദേഹം എന്ത് ചെയ്തു? മറിച്ചുകൊണ്ടിരുന്നു. കഫൈഹി, രണ്ട് കൈപ്പടങ്ങളും മറിക്കുക പറഞ്ഞാൽ ഓ എനിക്ക് എന്തൊരു കഷ്ടപ്പാടാണ് വന്ന്, എന്തിപ്പോൾ എനിക്ക് സംഭവിച്ചത്, ആ ഒരു അതിശക്തമായ ഖേദത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഭാഗമായിട്ട് കൈമലർത്തുക നമ്മൾ പറയില്ലേ, അതാണ് കൈമലർത്തൽ. യുകല്ലിബു കഫൈഹി, രണ്ട് കൈകളെയും അവൻ മലർത്തി, അല്ലെങ്കിൽ എന്താണ് അവൻ അതിനെ മറിച്ചിട്ടുണ്ട്. വ്യസനം കൊണ്ടും ദുഃഖം കൊണ്ടും അവൻ കൈമലർത്തിപ്പോയി. എന്താണ് അവൻ്റെ സങ്കടം? എന്താ സങ്കടം? അലാമ അംഫക ഫിഹ, അതിൽ ചെലവഴിച്ചതിൻ്റെ മേൽ, ആ തോട്ടത്തിൽ അവൻ ചെലവഴിച്ചതിനെ പറ്റിയാണ് അവൻ്റെ സങ്കടം. എന്താണ് ചെലവഴിച്ചതിൻ്റെ സങ്കടം? ധാരാളക്കണക്കിന് പണം അവൻ മുടക്കി. കൃഷിയിലൊരു പ്രശ്നം അതാണല്ലോ, ആണ് നശിച്ചാലുണ്ടല്ലോ ഇറക്കിയ പണം മുഴുവനാണ് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരു റബ്ബർ തോട്ടം നശിച്ചാൽ, ഒരു വാഴത്തോട്ടം നശിച്ചാൽ, ഒരു തെങ്ങിൻ തോട്ടം നശിച്ചാൽ, ഒരു കൊടുങ്കാറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു പെരുമഴ കൊണ്ടൊക്കെ നശിച്ചാൽ അവിടെ ഇറക്കിയ പണം മുഴുവനും ഒഴുകിപ്പോവുകയാണ്, നശിച്ചു പോവുകയാണ്. അതിലാണ് അയാൾക്ക് സങ്കടം, അയാൾ അവിടെ ചെലവഴിച്ച പണത്തെക്കുറിച്ച്. വഹിയ ഹാവിയത്തുൻ അലാ ഉറൂഷിഹ, എന്തായിരുന്നു? ആ തോട്ടങ്ങളാകട്ടെ അവയുടെ പന്തലുകളോടെ, ഉറൂഷ് എന്ന പന്തലാണ്, പന്തലുകളോടെ ഹാവിയത്തുൻ വീണടിഞ്ഞിരിക്കുന്നതാണ്. അത് പന്തലോടുകൂടെ മൊത്തം സമ്പത്ത് എന്ത് ചെയ്തു? ഒറ്റയടിക്ക് അങ്ങോട്ട് നശിച്ചു പോയി കിടക്കുന്ന അവസ്ഥയാണ്. എന്താണോ അദ്ദേഹത്തോട് വിശ്വാസിയായ സുഹൃത്ത് പറഞ്ഞത് അതവിടെ സംഭവിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഖേദമുണ്ടാവുകയാണ്, സങ്കടം വരികയാണ്, ഖേദം വരികയാണ്. അതാണ് അദ്ദേഹം പറയുന്നത്, വയഖൂലു യാ ലൈതനീ ലം ഉശ്രിക് ബിറബ്ബി അഹദ. വയഖൂലു യാ ലൈതനീ, അവൻ പറയുന്നു അഹോ ഞാൻ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ലം ഉശ്രിക് ബിറബ്ബി, എൻ്റെ റബ്ബിൽ ഞാൻ പങ്കു ചേർത്തില്ലായിരുന്നുവെങ്കിൽ ഒരാളെയും, അഹദൻ, എൻ്റെ റബ്ബിൽ ഞാൻ ഒരാളെയും പങ്കു ചേർത്തില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ്. അദ്ദേഹത്തിന് തൗബ ഉണ്ടാവുകയാണ്, ചെയ്തു പോയ ഷിർക്കിൽ അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടാവുകയാണ്, അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടാവുകയാണ്. പക്ഷേ ആ തിരിച്ചറിവ് കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? ആ തിരിച്ചറിവ് കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? ഓരോ സംഗതികളും മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കണം. നമുക്ക് വിവരവും ബോധവുമുള്ള ഒരാൾ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ, അപ്പോൾ ആ പറഞ്ഞ സമയത്ത് നമുക്ക് മനസ്സിലാവാതിരുന്നാൽ എന്താ ഉണ്ടാവുക? അയാൾ പറഞ്ഞത് സംഭവിക്കും. ഇവിടെ മോനെ ഒന്ന് പതുക്കെ സ്പീഡ് കുറച്ച് പോകും എന്ന് പറയുമ്പോൾ സ്പീഡിൽ പോരാ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ് ആ പക്വമതിയായ ആൾ നമുക്ക് പറഞ്ഞു തരുന്നത്. നീ ഒന്ന് പോയി പണി വെക്കാറുണ്ട് പോയാലോ, പിന്നെ അതന്നെയാണ് സംഭവിക്കുക. അതാണ് അനുഭവജ്ഞാനങ്ങളുടെയും അറിവിൻ്റെയും ഉപദേശങ്ങളുടെയും അടിസ്ഥാനം. അപ്പോൾ ഇദ്ദേഹത്തിന് ധിക്കാരം കാണുമ്പോൾ ആ വിശ്വാസിക്ക് പേടിയാവുകയാണ്. ഇങ്ങനെയൊക്കെ അഹങ്കാരം നടിച്ചാൽ ഇയാളുടെ തോട്ടങ്ങൾക്ക് എന്ത് സംഭവിക്കും, പടച്ചോനെ നശിപ്പിച്ചാൽ ഇയാൾ എന്ത് ചെയ്യും? പക്ഷേ അയാൾക്കതപ്പം മനസ്സിലാവണില്ല. പക്ഷെ പിന്നെന്താ അറിയോ, അത് അതേപോലെ സംഭവിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് ഖേദം തോന്നുകയാണ്. ഈ ഖേദത്തെക്കുറിച്ച് പറയുമ്പോഴൊരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ, പിന്നെ ഖേദം ഉണ്ടായി എന്നത് കൊണ്ട് ആ സമയത്ത് എന്തില്ല, അയാൾക്ക് പ്രയോജനമില്ല. ഇമാം സഅദി റഹ്മത്തുള്ളാഹി ഇതിൻ്റെ തഫ്സീർ പറയുന്നുണ്ട്, വറസഖഹുല്ലാഹുൽ ഇനാബത ഇലൈഹി, അദ്ദേഹത്തിന് അള്ളാഹു ഒരു ഖേദിച്ച് മടങ്ങാനുള്ള ഒരു മനസ്സ് അള്ളാഹു നൽകി, അദ്ദേഹത്തിൻ്റെ വിവേകം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി. എന്നാൽ പിന്നെ തൻ്റെ റബ്ബിൽ ശിർക്ക് വെച്ചതിൽ അദ്ദേഹത്തിന് എന്തുണ്ടായി? ഖേദം തോന്നിയൊക്കെ ഉണ്ടായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ എന്ത് ചെയ്തു? പിന്നെ ആക്കിബത്ത് അയാൾക്കുണ്ടാകുന്ന അവസ്ഥ സംഭവിച്ചു എന്നുള്ളതാണ്.
ഷെയ്ഖ് ഹുസൈമി റഹ്മുള്ള ഇവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ, പക്ഷേ അയാൾക്ക് സങ്കടവും ഖേദമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ലാക്കിൻ ബഅദ അൻ ഫാത്തൽ അവാൻ, സമയം കഴിഞ്ഞു പോയി, ഖേദിക്കേണ്ട സമയം കഴിഞ്ഞു പോയി. കാരണം അത് നശിച്ചു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഖേദിച്ചിട്ട് എന്താ കാര്യം? വലക്കിൻ്റെ നദും ബഅദ ഫവാത്തിൽ അവാൻ ലാ യൻഫ, യാതൊരു പ്രയോജനവും സമയം കഴിഞ്ഞിട്ട് ഖേദിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ചറിവുണ്ടാവണം. അപ്പോൾ അതാണ്. അപ്പോൾ ഈ സംഭവം അയാൾക്ക് പാഠമല്ല, പക്ഷെ ആർക്ക് പാഠമാണ്? ഈ കഥ കേൾക്കുന്നവർക്ക് പാഠമാണ്. സ്വത്തും സമ്പത്തും ഉണ്ടാകുമ്പോൾ അഹങ്കാരവും ധിക്കാരവും പടച്ചവനെ മറന്ന് ജീവിച്ചാൽ ഇതുപോലെയുള്ള അനന്തര ഫലങ്ങൾ ഉണ്ടാകുമെന്നത് അയാൾക്ക് പാഠമല്ലെങ്കിലും കേൾക്കണം നമ്മൾക്ക് പാഠമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഉപകാരം ചെയ്യുന്നൊരു കാര്യമാകുന്നു എന്നാണ്. എന്നിട്ടോ വലം തകുൻ ലഹു ഫിഅത്തുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മുൻതസിറ. വലം തകുൻ ലഹു ഫിഅത്തുൻ യൻസുറൂനഹു, അതാണ് അള്ളാഹുവിൻ്റെ വിധിയുടെ പ്രത്യേകത. അള്ളാഹു വിധി നടപ്പിലാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ലോകം മുഴുവൻ ഒന്നിച്ചു നിന്ന് അതിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചാലും ആ വിധിയെ തടുക്കാൻ പറ്റൂല. അള്ളാഹു അവൻ്റെ തോട്ടം നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ആർക്കും പറ്റൂല. ആര് വിചാരിച്ചാലും നമുക്കൊരു പ്രതിസന്ധി വരുമ്പോഴുള്ളൊരു കാര്യം എന്താണ്? മറ്റുള്ളവരുടെ ഒരു സഹായമല്ലേ നമ്മുടെ പ്രതീക്ഷ. പക്ഷെ അള്ളാഹുവിൻ്റെ വിധി, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന് കൊടുത്ത ഉപദേശത്തിൽ പറയണത്. പടച്ചോൻ നിനക്കൊരു കാര്യം തീരുമാനിച്ചാൽ ലോകം മുഴുവൻ എതിരിട്ടാലും അതെന്ത് ചെയ്യും? നടപ്പിലാവും. അതിനെ തടുക്കാൻ ആരെക്കൊണ്ടും പറ്റൂല. എന്നൊരു കാര്യം തടുത്താലോ അത് നമുക്ക് വരുത്തണമെന്ന് ലോകം മുഴുവൻ വിചാരിച്ചാലും നടക്കില്ല. ഇവിടെ ഒരു വിശ്വാസിക്ക് ആത്മധൈര്യമുണ്ട്. നമുക്കൊരു തിന്മയോട് എതിർ നിൽക്കാൻ പറ്റും, ഒരു തിന്മയോട് എതിർ നിൽക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു തെറ്റിനെ നിരാകരിക്കാൻ പറ്റും. വരുന്നത് വന്നോട്ടെ, കാരണം അള്ളാഹ് തീരുമാനിക്കാത്തൊന്നും എനിക്ക് സംഭവിക്കൂല എന്ന ഒരു ഉറപ്പുണ്ടല്ലോ, അതാണ് അങ്ങനെ. ഇപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനം അതിജീവിക്കാൻ എന്തില്ല, അവർക്ക് പറ്റിയില്ല. ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്, വലം തകുൻ ലഹു ഫിഅത്തുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മുൻതസിറ. ഫിഅത്തുൻ, ഒരു സംഘവും, അതായത് അള്ളാഹുവിനെ കൂടാതെ അവനെ സഹായിച്ച് രക്ഷപ്പെടുത്തുന്ന ഒരു കൂട്ടരും അവനുണ്ടായില്ല, ആർക്കും പറ്റിയില്ല. വേറെ കാര്യം കൂടി അള്ളാഹു പറയണത്, വമാ കാന മുൻതസിറ, വമാ കാന മുൻതസിറ, അവൻ സ്വയം രക്ഷ പ്രാപിച്ചതും ഇല്ല. പണവും സമ്പത്തും ഒക്കെ കയ്യിലുള്ള ആളുകളെ വിചാരം എന്താ അറിയോ? ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വല്ല പരീക്ഷണം വന്നാൽ തന്നെ അതൊക്കെ ഞാൻ എൻ്റെ പണം കൊണ്ട് അതിജീവിക്കുന്നതാണ്. എനിക്കത് ചികിത്സിക്കാൻ പറ്റും, എനിക്കതിനെ പ്രതിരോധിക്കാൻ പറ്റും, എനിക്കതിന് കോടതിയിൽ പോകാൻ പറ്റും, എനിക്കതിന് കേസ് നടത്താൻ പറ്റും എന്നൊക്കെയല്ലേ പറയാം. മുൻതസിർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം രക്ഷാ നടപടി സ്വീകരിക്കുക, ഒരു കാര്യത്തെ നമ്മൾ അതിജീവിക്കുക. അതിനും അയാൾക്ക് പറ്റിയില്ല. അയാൾ എന്നാൽ അൻ അക്സറു മിൻക മാലൻ വ അഅ്സു നഫറ എന്നൊക്കെ പറഞ്ഞ ആളല്ലേ. എന്നെക്കാളും സ്വത്തുണ്ട് എനിക്ക്, എന്നെക്കാളും പരിവാരങ്ങളുണ്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞ ആളല്ലേ. എന്നിട്ട് എന്തേ? അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടുക്കാൻ നമ്മുടെ കഴിവുകളോ അല്ലെങ്കിൽ നമ്മുടെ സഹായികളുടെ ശക്തികളോ ഒന്നുകൊണ്ടും പറ്റൂല. വലൻ തകുൻ ലഹു ഫിഅത്തുൻ യൻസുറൂന, അവനെ സഹായിക്കുന്ന ഒരു കൂട്ടരെയും എന്തില്ല, അവിടെ അവനുണ്ടായില്ല. വമാ കാന മുൻതസിറ, അവൻ സ്വയം രക്ഷ പ്രാപിച്ചവനായതുമില്ല. സ്വയം രക്ഷ പ്രാപിക്കാനും പറ്റിയില്ല, വേറുള്ളവർക്ക് അവനെ സഹായിക്കാനും പറ്റിയില്ല എന്നാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം എന്താണ്? എന്താണ് ഇവിടെ പഠിക്കുന്ന ഒരു യാഥാർത്ഥ്യം? ഹുനാലികൽ വലായതു ലില്ലാഹിൽ ഹഖ്, ഹുനാലികൽ വലായതു ലില്ലാഹിൽ ഹഖ്. ഹുനാലിക്ക, ഇത്തരം സന്ദർഭങ്ങൾ, ഈ പറയപ്പെട്ട ഒരു സന്ദർഭം ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണെന്ത്? അൽ വലായത്ത്. അൽ വലായത്ത് രക്ഷാധികാരം. ചില ഖിറാഅത്തിൽ വിലായത്തുണ്ട്, അവരുടെ ഭരണാധികാരമാണ്. വലായത്ത് രക്ഷാധികാരം. രക്ഷാധികാരം ലില്ലാഹിൽ ഹഖ്, യഥാർത്ഥ ദൈവമായ അള്ളാഹുവിനാകുന്നു. യഥാർത്ഥ അസ്തിത്വമുള്ള അള്ളാഹുവിനാകുന്നു രക്ഷാധികാരം. നമുക്ക് പടച്ചുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ചില സന്ദർഭങ്ങളാണ് ഇതൊക്കെ. ചില ജീവിതാനുഭവങ്ങൾ കാണുമ്പോഴേ
അവർക്ക് കിട്ടുന്ന ഗുണങ്ങളും അവർക്ക് കിട്ടുന്ന പരീക്ഷണങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഒരു നിസ്സാരനായി ജീവിച്ചിരുന്ന ഒരാൾ പല ആളുകൾക്കും പല സേവനങ്ങളും സഹായങ്ങളും ചെയ്ത് സത്യസന്ധനായി ജീവിച്ചിട്ട് അയാൾ നല്ലൊരു ഉന്നതനായി വരുന്ന കാണുമ്പോൾ അള്ളാഹു കൊടുക്കുന്നൊരു അനുഗ്രഹം. എന്നാൽ ഇത്തരം ധിക്കാരികൾക്ക് നൽകുന്ന കടുത്ത ശിക്ഷയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണും. അപ്പം നമുക്ക് അള്ളാഹുവിൻ്റെ അസ്തിത്വം ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്. മാത്രമല്ല, അള്ളാഹുവാണ് യഥാർത്ഥ രക്ഷാധികാരി. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, നാട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് നമുക്ക് ശരിക്കും ബോധ്യപ്പെടുത്തി തരുന്ന സന്ദർഭമാണ് ഇവിടെ. ഇയാൾക്ക് എന്തെങ്കിലും പറ്റൂ? ആരെങ്കിലും അയാളെ സഹായിച്ചോ? ഒന്നുമില്ല. ഹുവ ഖൈറുൻ സവാബൻ വ ഖൈറുൻ ഉഖ്ബ. അവനാണെന്ത്? പ്രതിഫലം നൽകുന്നതിൽ ഉത്തമൻ. പടച്ചോൻ തരുന്ന പ്രതിഫലമാണ് സുഹൃത്തുക്കളെ ഏറ്റവും നല്ല പ്രതിഫലം. ഏറ്റവും നല്ല ഉഖ്ബ എന്ന് പറഞ്ഞ പര്യവസാനമാണ്. ഏറ്റവും നല്ല ശുഭകരമായ പര്യവസാനം ഉണ്ടാക്കി തരാനും അള്ളാഹുവിന് പറ്റും എന്ന് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നു. ഇയാൾക്ക് എന്ത് പര്യവസാനം ഉണ്ടായത്? നാശത്തിൻ്റെ. വിശ്വാസിക്ക് എന്ത് പര്യവസാനം ഉണ്ടായത്? ഏറ്റവും നല്ല പര്യവസാനം. അപ്പോൾ ധാരാളം കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒന്നെന്താ വെച്ചാൽ, നേരത്തെ പറഞ്ഞല്ലോ, കുലിൽ ഹക്കും റബ്ബിക്കും, ഈ സത്യം അള്ളാഹുവിനെടുക്കുന്നതാണ്. സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. അതായത് സ്വീകരിക്കാതിരിക്കുന്നവന് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവൻ സഹിച്ചിരിക്കണം. സ്വീകരിച്ചവന് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുമ്പോൾ അത് അവൻ അനുഭവിക്കുകയും ചെയ്യാം. ഇത് അംഗീകരിക്കണോ അംഗീകരിക്കേണ്ടതിൻ്റെ കാര്യത്തിൽ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ധിക്കരിച്ചാൽ അതിൻ്റെ ശിക്ഷ വാങ്ങാനും നല്ലത് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം വാങ്ങാനും രണ്ടിനും നമ്മൾ തയ്യാറായിരിക്കണം. ശിക്ഷ വരുമ്പോൾ, പരിണിതി വരുമ്പോൾ ഖേദിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യം ഉണ്ടാവില്ല എന്നർത്ഥം. അതാണ് ഇവിടെ പറയുന്ന കാര്യം. അതായത് ഈ വ്യക്തിക്ക് പ്രതിസന്ധികൾ വന്നപ്പോൾ അയാൾ മാത്രമേ അത് അനുഭവിക്കാണ്ടായുള്ളൂ, സഹായിക്കാൻ ആരും ഉണ്ടായില്ല. അപ്പോൾ അയാൾക്ക് ധിക്കരിച്ച അയാളുടെ തോട്ടാണ് എന്താണ്, നിനക്കൊന്നും അത് തന്നില്ലല്ലോ, ഞാൻ നിന്നെക്കാളും വലിയ സമ്പന്നനല്ലേ എന്നൊക്കെ പറയാനോ അഹങ്കരിക്കാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ തോട്ടം എന്ത് ചെയ്യാണ്? തലകീഴായി മറിഞ്ഞ് കിടക്കുമ്പോൾ എന്താണ്, ദുഃഖിക്കാനും അയാൾ എന്ത് ചെയ്യണം? സന്നദ്ധനാവണം. അത്രേ പ്രശ്നമുള്ളൂ. തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഒരു പ്രധാന ആശയം അതാണ്. രണ്ടാമത്തെ ആശയം എന്താണെന്ന് വിചാരിച്ചാൽ, സത്യനിഷേധികളായ ആളുകൾക്ക് പരലോകത്ത് മാത്രമല്ല ഇഹലോകത്തും ശിക്ഷകൾ വരാം. ഇഹലോകത്തന്നെ കൊടുക്കാം. അപ്പോൾ ഇയാളിപ്പോൾ ഈ ഒരു സമ്പത്തോടു കൂടെ മരിച്ചു പോകാമല്ലോ, പരലോകത്ത് ശിക്ഷയാവാം. പക്ഷേ പടച്ചോൻ ഇവിടുന്ന് തന്നെ എന്തു കാണിച്ചു കൊടുത്തു. എന്നാൽ സത്യവിശ്വാസികളായ ആളുകൾ കൂടെ മനസ്സിലാക്കണം, നമുക്കിവിടെ കുറേ പരാജയങ്ങളും വിഷമങ്ങളും സാമ്പത്തിക പരാധീനതകളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തിപ്പോൾ എന്നോട് എങ്ങനെയെന്ന് വിചാരിക്കരുത്. കാരണം നമുക്ക് ഇവിടെ സൗഭാഗ്യങ്ങൾ ലഭിക്കാതിരിക്കുകയും ചെയ്യാം. രണ്ടിനും അങ്ങനെ ഉണ്ട്. ഒരു ധിക്കാരിക്ക് ഇവിടെ ശിക്ഷ ലഭിക്കാൻ നാളെ പരലോകത്തേക്കാകാം. ഒരു വിശ്വാസിക്ക് ഇവിടെ ഗുണം ലഭിക്കാൻ പരലോകത്തേക്കാകാം. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഉൾക്കൊള്ളണം നടത്തും. അപ്പോൾ അതുകൊണ്ട് താൽക്കാലിക വിഷമങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസം നിരാശപ്പെടരുത്. കാരണം വളരെ വലിയ അനുഗ്രഹങ്ങളും നല്ല പരിണിതികളും തരാനുണ്ട് അള്ളാഹു എന്നാണ്. ഈ ധിക്കാരിയായ ഈ തോട്ടക്കാരുണ്ടല്ലോ, അയാൾ വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുന്ന സമൂഹത്തിൽ ആർക്കും ഇത് ബാധകമാണ്. ഇവിടുത്തെ അനീതിയുടെയും അക്രമത്തിൻ്റെയും ഭരണാധികാരികൾക്ക് ഇത് ബാധകമാണ്. കഴിവും ശക്തി ഉണ്ടാകുമ്പോൾ മറ്റുള്ളവൻ്റെ അസ്തിത്വവും പൗരത്വവും ചോദ്യം ചെയ്യുമ്പോൾ ആലോചിക്കണം, ഒരു ശ്വാസത്തിന്മേലല്ലേ നമ്മൾ നിന്ന് പോകണത്? ഒരു ശ്വാസത്തിന്മേലല്ലേ നമ്മൾ നിന്ന് പോകണത്? മിടിക്കുന്നൊരു ഹൃദയത്തിന്മേൽ നമ്മൾ നിന്ന് പോകണത്. ഇതൊക്കെ നിൽക്കാൻ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് ആലോചിക്കണം എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ പരിണിതികളും പര്യവസാനങ്ങളും വരാം. മക്കത്തെ ഖുറൈശികൾ, അവിടുത്തെ പ്രമുഖന്മാർ, ധനാഢ്യന്മാർ, അവരൊക്കെ നിസ്സാരരായ വിശ്വാസികളെയും അതേപോലെ തന്നെ വളരെ സാമ്പത്തിക പരാധീനതകളിൽ ജീവിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ പരിഹസിക്കുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത്, ഈ ധിക്കാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ ഒരു അന്ത്യം കുറിക്കാൻ അള്ളാഹുവിന് വളരെ പറ്റും. ഈ വിശ്വാസികൾക്ക് വലിയ പ്രതാപം നൽകാനും അള്ളാഹുവിന് പറ്റും എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കുക. മറ്റൊന്ന് ഞാൻ പറഞ്ഞല്ലോ, വിധി തടുക്കാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ വിധി വരുമ്പോൾ ആ വിധിയെ എന്ത് ചെയ്യാൻ പറ്റില്ല? ആർക്കും തടക്കാൻ പറ്റില്ല. ല വിജിത്തമ അഹ്ലുസ് സമാഇ വൽ അർള് അലാ ഇസാലത്തി ശൈഇൻ മിൻഹു ലം യഖ്ദിറു. ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞാണ്, അതായത് ആകാശഭൂമികളിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയാലും ഈ വിഷമം നീക്കി കൊടുക്കാൻ വിചാരിച്ചാലും ലം യഖ്ദിറു, അവർക്ക് കഴിയില്ല. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ അദ്ദേഹം മടങ്ങി. പക്ഷെ മടങ്ങിയതുകൊണ്ട് എന്താ ഫലം? മടങ്ങണമെങ്കിൽ അതെന്താരോ നേരത്തെ മടങ്ങണം. എല്ലാം വന്നു ചേർന്നാൽ എല്ലാവരും മടങ്ങും. ഖബർ കാണുമ്പോഴും മലക്കനെ കാണുമ്പോഴും നരകം കാണുമ്പോഴൊക്കെ എല്ലാവരും മടങ്ങുമല്ലോ. പക്ഷെ മടങ്ങിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്?
നേരത്തെ അറിവ് കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? മടങ്ങാൻ തയ്യാറാകണം എന്നാണ്. അള്ളാഹുവിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അത് പുലരും. അതിൻ്റെ പരിണിത ഫലങ്ങൾ മനുഷ്യൻ അനുഭവിക്കുന്നുള്ളതാണ്. ഇനി നമ്മളിതിൻ്റെ മുമ്പുള്ള ഭാഗം ഒന്നിങ്ങനെ ആ ധിക്കാരിയായ മനുഷ്യൻ പറഞ്ഞ വാക്കുകളും അയാൾക്ക് വന്ന പരിണിതികളൊന്നും ഇങ്ങനെ പറഞ്ഞു നോക്കും. നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമാണ്, മാഷാ അള്ളാഹു ലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞിരുന്ന അള്ളാഹുവിനല്ലാതെ കഴിവില്ല, ശക്തിയില്ല. നിൻ്റെ കഴിവുകൾ അള്ളാഹു തന്നതാണ്, അള്ളാഹുവിൻ്റെ കഴിവാണ് ഏറ്റവും വലിയ കഴിവ്. അതിവിടെ ബോധ്യപ്പെടുത്തി കൊടുത്തില്ലേ? അത് പറഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായില്ല, പക്ഷെ ഇപ്പം അയാൾക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. അതാണ് തോട്ടത്തിൽ കിടക്കുമ്പോൾ മാഷാ അള്ളാഹു ലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞു എന്നാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ നേരെ തിരിച്ചനുഭവം ഉണ്ടാവാം. നിൻ്റെ തോട്ടം നശിപ്പിക്കുകയും എനിക്ക് അനുഗ്രഹങ്ങൾ തരികയും ചെയ്തേക്കാം എന്ന് ഈ വിശ്വാസി അയാളോട് പറയുന്നുണ്ട് അല്ലേ? ഇൻതറനി അന അഖല്ല മിൻക മാലൻ വവലദ ഫഅസ്സാ റബ്ബി അൻ യുഅ്തിയനി ഖൈറൻ മിൻ ജന്നതി. ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നവനും ഒന്നുമില്ലാത്തവനുമാണ്, നീ ഭയങ്കര സമ്പന്നനാണെന്നൊക്കെ നീ പറയണ്ടല്ലോ. ഇത് നേരെ തിരിച്ചാക്കാൻ അള്ളാഹ്ക്ക് പറ്റും. നിൻ്റെത് നശിപ്പിക്കാനും എനിക്ക് തരാനും അള്ളാഹുവിന് പറ്റുന്നതാണ്. അത്രേ നമ്മൾ കാണേണ്ടതുള്ളൂ. സ്വത്തും സമ്പാദിക്കും വമാ അംവാലുക്കും വല ഔലാദുക്കും ബില്ലത്തി തുഖർരിബുക്കും ഇൻദന സുൽഫ ഇല്ലാമൻ മാമന വഅമില സ്വാലിഹ്. സമ്പത്തും സൗകര്യങ്ങളൊന്നുമല്ല, അതൊക്കെ വെച്ച് നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റണം. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവനും വിശ്വസിക്കുന്നവനും ആര് എന്നതാണ് അടിസ്ഥാനപരമായ പ്രശ്നം എന്നാണ് പറയുന്നത്. എത്ര വലിയൊരു ഗുണപാഠത്തോടു കൂടിയാണ്. ഇനി നമ്മൾ അടുത്ത ആയത്തുകൾ വരുന്നത് എന്താ അറിയോ? എല്ലാവർക്കുമുള്ള പൊതുവായ ഒരു ഉപദേശമാണ് അടുത്ത ആയത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കഴിവുകളെക്കുറിച്ച്, അത് സ്ഥാനമാനങ്ങളാകാം, എന്തുമാവാം, അതൊക്കെ അള്ളാഹു തരുന്നതാണെന്നും അള്ളാഹുവിനെ എപ്പോഴും തിരിച്ചെടുക്കാൻ പറ്റുമെന്നുമുള്ള ബോധം നമുക്ക് വേണം. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കും മുമ്പ് ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഇസ്ലാമിക പാഠങ്ങളും ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണമെന്ന വലിയ ഗുണപാഠമാണ് ഇത് നമുക്ക് നൽകുന്നത്. ഒന്ന് ഓതി നോക്കി നമുക്ക് നിർത്താം. وَأُحِيطَ بِثَمَرِهِ فَأَصْبَحَ يُقَلِّبُ كَفَّيْهِ عَلَى مَا أَنفَقَ فِيهَا وَهِيَ خَاوِيَةٌ عَلَى عُرُوشِهَا وَيَقُولُ يَا لَيْتَنِي لَمْ أُشْرِكْ بِرَبِّي أَحَدًا وَلَمْ تَكُنْ لَهُ فِئَةٌ يَنْصُرُونَهُ مِنْ دُونِ اللَّهِ وَمَا كَانَ مُنْتَصِرًا هُنَالِكَ الْوَلَايَةُ لِلَّهِ الْحَقِّ هُوَ خَيْرٌ ثَوَابًا وَخَيْرٌ عُقْبًا. ഈ ആയത്തുകളൊന്ന് ഓതി പഠിച്ച് അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിന് ശരിയായ രൂപത്തിൽ കീഴൊതുങ്ങുവാനും നമുക്കുണ്ടാകുന്ന കഴിവുകളിൽ അഹങ്കരിക്കാതിരിക്കുവാനും അള്ളാഹുവിൻ്റെ വിധിവിലകൾക്ക് കീഴ്പ്പെട്ട് നന്ദിയുള്ളവരായി ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുവാണ്.